എങ്ങനെങ്കിലും ഒന്ന് ഗൾഫ് പോകാൻ. അങ്ങനെ പെണ്ണുങ്ങളെ പണ്ട് അത് ഇത് കടം കള്ളിയൊക്കെ വാങ്ങി ഗൾഫ് പോകും. പ്രവാസികൾ വരുന്ന് പെട്ടി പൊട്ടിക്കണ്, ഒരുത്തന് കോടാലി തൈലം, ഒരുത്തന് പച്ച ബെൽറ്റ്, ഒരുത്തന് സിഗരറ്റ് ലൈറ്റ് ഒക്കെ കൊടുത്ത് 2 ദിവസം കൊണ്ട് ഒക്കെ കാലിയാവും. നമ്മളൊരു 3 മാസം കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ഭാര്യ ഗർഭിണിയായിട്ടുണ്ടാവും. പിന്നെ നമ്മള് ആ പോക്കൊക്കെ ഒരു പോക്കാണ്. എൻ്റെ മോനെ, എനിക്ക് തോന്നുന്നത് അത്ര വലിയൊരു വിഷമം പിടിച്ചൊരു യാത്ര മറ്റൊന്നില്ല. നട്ടം തിരിഞ്ഞിട്ട് നമ്മൾ ഗൾഫിലേക്ക് തന്നെ തിരിക്കും. അന്ന് നാട്ടുകാർക്ക് ഒരു വർത്തനം ഉണ്ടായിരുന്നു, ഒരു ഗൾഫുകാരൻ വന്നു പോയാൽ പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത് ഒരു പെട്ടി ഒരു കുട്ടി ആണ് എന്ന്. അമ്മായിമ്മ പോരുന്നിട്ട് കേട്ടിട്ടുണ്ടാവും, നാത്തൂൻ പോരുന്ന് കേട്ടിട്ടുണ്ടാവും, അമ്മോസം പോരുന്ന് ഈ കാലം വരെ കേട്ടിട്ടുണ്ടോ? കേൾക്കൂല, അങ്ങനത്തെ ഒരു പോരില്ല. അതുകൊണ്ടാണ് അത് കേൾക്കാത്തത്. ഈ പെണ്ണുങ്ങൾക്ക് ശത്രു ആരാണ്? പെണ്ണുങ്ങൾ തന്നെയാണ് അല്ലേ? നമ്മള് റൂമിൽ ചെല്ലണ സമയത്ത് ഓള് അവിടെ കരഞ്ഞിരിക്കണുണ്ടാവും. ഒരു പടി പറഞ്ഞാൽ മനസ്സിലായോ? ഇന്നൊക്കെ വലിയ ലക്ഷങ്ങൾ വില പിടിപ്പുള്ള കട്ടിലാണ്. അന്ന് 4 കാലുള്ള ഒരു പടി, ഒരു പായ്, ഒരു തലക്കണി, ഒരു കമ്പിളി, ഒരു മണ്ണെണ്ണ വിളക്ക്, ഇത് ഊതി. അല്ല ബക്രാക്ക, നിങ്ങൾ അന്ന് ഈ പഴയ കാല കല്യാണ വിശേഷങ്ങൾ പറഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങൾ എൻഡിങ്ങിൽ നിർത്തി എന്ത് ആദിരാത്രിനെ കുറിച്ചിട്ട് അത് നിങ്ങൾ പറഞ്ഞില്ല കേട്ടോ. അതൊന്ന് പറഞ്ഞാണ് നിങ്ങള്. അപ്പോ ബാവേ, 1984 കല്യാണ വിശേഷങ്ങളാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത്. നിങ്ങളും കേട്ടോളി. ഓനിപ്പോ അന്നത്തെ ആദ്യരാത്രിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അന്നത്തെ ആദ്യരാത്രി എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ വൈക്കോലിന്റെ ചെറിയൊരു വീടാണ്. ഓലല്ല, വൈക്കോൽ വീടാണ്. ഇവിടെ തെങ്ങ്, ഇത് കേരള അല്ല, തമിഴ്നാടല്ലേ. ഇവിടെ തെങ്ങുണ്ടോ? ഇവിടെ അന്ന് വൈക്കോൽ പെരകളാണ്. ചുരുങ്ങിയ തെങ്ങുകളുള്ളൂ, ഒന്നുമില്ല. ഒരു പടി പറഞ്ഞാൽ മനസ്സിലായോ? ഇന്നൊക്കെ വലിയ ലക്ഷങ്ങൾ വില പിടിപ്പുള്ള കട്ടിലാണ്. അന്ന് 4 കാലുള്ള ഒരു പടി, ഒരു പായ്, ഒരു തലക്കണി, ഒരു കമ്പിളി, ഒരു മണ്ണെണ്ണ വിളക്ക്, ഇത് ഊതി നമ്മൾ കടന്നു. അതവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അങ്ങനെ പൊന്നു സുഹൃത്തെ, 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോയി. ദിവസങ്ങളും ആഴ്ചകളും ഒരു 2 മാസം അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് നമ്മളാകെ പ്രശ്നങ്ങളേക്കാരം. കാരണം നമ്മളെ പണി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇമ്മ ഒരു ഭാഗത്തുനിന്ന് കംപ്ലൈന്റ്, നമ്മളെ പെങ്ങന്മാര് ഒരു ഭാഗത്തുനിന്ന് കംപ്ലൈന്റ്. ഉമ്മ പറയും, എൻ്റെ പെണ്ണുങ്ങളുണ്ടല്ലോ ഒരു പണി അറിയില്ല, തീരെ ഒരു അടുക്കും ചിട്ടിയില്ല. അപ്പത്തിന് പെങ്ങന്മാര് തിരിയും. പെങ്ങന്മാര് തിരിഞ്ഞിട്ട് പറയും, എന്നോട് പറയും, ഞങ്ങളിന്ന് ഒരു ബഹുമാനമല്ല, ഞാൻ എൻ്റെ മൂത്ത പെങ്ങളല്ലേ, ഈ എൻ്റെ അളിയനിക്കൊരു ചായ കൊണ്ടേ കൊടുത്ത്, തിളച്ച ചായ. അപ്പൊ മറ്റുള്ള പറയും, കണക്ക് തിളച്ച എൻ്റെ മാപ്പിള കൊടുത്തത് പഞ്ചസാര ഇട്ടിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ റൂമിൽ ചെല്ലണ സമയത്ത് ഓള് അവിടെ കരഞ്ഞിരിക്കണുണ്ടാവും. ആരെ നമ്മൾ ഒഴിവാക്കുക? പെങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ? പെങ്ങന്മാരെ ഒഴിവാക്കാൻ പറ്റുമോ? ഇമ്മാരെ ഒഴിവാക്കാൻ പറ്റുമോ? ആരും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ ഈ നമ്മളെ വാപ്പാരുണ്ടല്ലോ, വാപ്പാരൊന്നും മൗനാണ് കേട്ടോ. ഓല് മുണ്ടാതെ മൗനം പാലിച്ച് നിൽക്കുകയൊക്കെ. ഈ പെണ്ണുങ്ങൾക്ക് ശത്രു ആരാണ്? പെണ്ണുങ്ങൾ തന്നെയാണ് അല്ലേ? അമ്മായിമ്മ പോരുന്നിട്ട് കേട്ടിട്ടുണ്ടാവും, നാത്തൂൻ പോരുന്ന് കേട്ടിട്ടുണ്ടാവും, അമ്മോസം പോരുന്ന് ഈ കാലം വരെ കേട്ടിട്ടുണ്ടോ? കേൾക്കൂല, അങ്ങനത്തെ ഒരു പോരില്ല. അതുകൊണ്ടാണ് അത് കേൾക്കാത്തത്. അങ്ങനെ നമ്മൾ എന്താ ചെയ്യാൻ ആകെ തല പുകഞ്ഞ് ആലോചിച്ച്, ശരി, നമ്മളെ മനസ്സിലൊരു ഐഡിയ ഇടും, എങ്ങനെങ്കിലും ഒന്ന് ഗൾഫ് പോകാൻ. അങ്ങനെ പെണ്ണുങ്ങളെ പണ്ട് അത് ഇത് കടം കള്ളിയൊക്കെ വാങ്ങി ഗൾഫ് പോകും. അവിടെ ചെന്നാൽ നമുക്ക് ചിലപ്പോൾ വല്ല ആടുജീവിതക്കാരൻ ശമ്പളം കറക്റ്റിന് കിട്ടൂല. ഏതെങ്കിലും ലോക്കൽ കമ്പനിക്കാരോ, നമുക്ക് വിദ്യാഭ്യാസം കമ്മിയാണല്ലോ, നമുക്ക് വലിയ വലിയ കമ്പ്യൂട്ടറും ഇതും ഇരുന്നുള്ള പണി അറിയില്ല. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയും. ആമൽ നവാഫ, ആമൽ എന്ന് പറഞ്ഞ പണിക്കാരൻ. അത് അടിച്ചോലുണ്ടാവും, ഓഫീസ് തുടക്കലുണ്ടാവും, ഈത്തപ്പനമ്മ കയറലുണ്ടാവും, എല്ലാ പണിയുണ്ടാവും. ഇത് കറക്റ്റ് ശമ്പളവും കിട്ടൂല. ഒരു 3-4 മാസം കഴിയുമ്പോൾ നമ്മളെ കുടിക്കാരോട് നാട്ടുകാർ ചോദിച്ചു, അല്ല എന്താപ്പാ ചെറുക്കൻ്റെ അവസ്ഥ? എന്തിനാ അതൊക്കെ പറയണ്? കിട്ടിയത് മുഴുവൻ പെണ്ണുങ്ങളോട് അയക്കല്ലേ, നമുക്കൊന്നും 10 പൈസന്റെ ഉപകാരമല്ല. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുനിയാവും ഇല്ല, ആഖിറവും ഇല്ല. ഒരാളെ തള്ളാനും കഴിയൂല, ഒരാളെ കൊള്ളാനും കഴിയൂല. ആകെ ടെൻഷൻ. അങ്ങനെ 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് ക്ലീനായി മുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്ത്, ഒരു ഫാൻറ് ഷർട്ട്, ഒരു സൈക്കോ 5ന്റെ വാച്ച്, ഒരു സ്പ്രേ ഒക്കെ അടിച്ച്
ഇങ്ങനെ നാട്ടിലേക്ക് വന്ന് അപ്പൊ എല്ലാവരും കൂട്ടുകുടുംബങ്ങളൊക്കെ വരും. എല്ലാവരും വരുന്ന്, അയൽവാസികൾ വരുന്ന്, പെട്ടി പൊട്ടിക്കണ്, ഒരുത്തന് കോടാലി തൈലം, ഒരുത്തന് പച്ച ബെൽറ്റ്, ഒരുത്തന് സിഗരറ്റ് ലൈറ്റ് ഒക്കെ കൊടുത്ത് 2 ദിവസം കൊണ്ട് ഒക്കെ കാലിയാവും. പിന്നെ വീണ്ടും തുടങ്ങി പരാതി. എനിക്ക് തന്ന തുണിയില് കളറ് പോണ്ടടി, അനക്ക് തന്ന കുപ്പായ തുണി എങ്ങനെയുണ്ട്, അത് എത്തുന്നില്ല. എനിക്കായിരുന്നു ഒരു കോടാലി തൈലം. അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരാതിയോട് പരാതി നട്ടം തിരിഞ്ഞിട്ട് നമ്മൾ ഗൾഫിലേക്ക് തന്നെ തിരിക്കും. അന്ന് നാട്ടുകാർക്ക് ഒരു വർത്തമാനം ഉണ്ടായിരുന്നു, ഒരു ഗൾഫുകാരൻ വന്നു പോയാൽ പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത് ഒരു പെട്ടിയും ഒരു കുട്ടി ആണ് എന്ന്. ഒരു പെട്ടിയും ഒരു കുട്ടിയോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലായിട്ടില്ല അല്ലേ? പറഞ്ഞുതരാം. അതായത് ഈ 3 മാസത്തെ ലീവിന് നമ്മൾ വരുന്ന സമയത്ത് അന്ന് ഇന്നത്തെ മാരൊന്നല്ല, 60 കിലോ 70 കിലോനൊക്കെ കൊണ്ടുവരും. ഇന്നിപ്പോ കുറവാണല്ലോ. ഇന്നൊക്കെ വളരെ കുറവാണ്. ഇന്നെന്താ കൊണ്ടുവരുന്ന കൂടുതലും കുറച്ച് മുട്ടായി. അന്ന് അങ്ങനെയല്ല. അന്ന് നമ്മളമ്മമാരൊപ്പം നമ്മളൊപ്പം ഒക്കെ പണിയെടുത്തവർക്ക് കള്ളിത്തുണികള്, പുള്ളിത്തുണികള്, അതേപോലെ കുറച്ച് വയസ്സായവർക്ക് ബെൽറ്റ്, പച്ച ബെൽറ്റ്, അതേപോലെ പല്ല് വേദനക്ക് തേക്കാനുള്ള കോടാലി തൈലം, അതേപോലെ തുണികുപ്പായം, നല്ല അടിപൊളി സെറ്റ്, യാഷിക്കൻ്റെ MF2 ഒരു ക്യാമറ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അന്ന് കൊണ്ടുവരും. അപ്പൊ ഇതൊക്കെ എന്താവും അറിയോ, ഓരോരുത്തർക്ക് കൊടുത്ത് നമ്മളെ കൂട്ടുകുടുംബങ്ങൾ കഴിച്ചിട്ട് വാന്തിയിട്ടും ഓരി വെച്ചൊക്കെ ഓല് കൊണ്ടുപോയിട്ടുണ്ടാവും. അവസാനം ഉണ്ടാകുക ഈ കാലിപ്പെട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കാലിപ്പെട്ടി നമ്മളൊരു 3 മാസം കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ഭാര്യ ഗർഭിണിയായിട്ടുണ്ടാവും. പിന്നെ നമ്മള് ആ പോക്കൊക്കെ ഒരു പോക്കാണ്. എൻ്റെ മോനെ, എനിക്ക് തോന്നുന്നത് അത്ര വലിയൊരു വിഷമം പിടിച്ചൊരു യാത്ര മറ്റൊന്നില്ല. കാരണം 2 3 കൊല്ലം കഴിഞ്ഞിട്ടേ നമ്മളെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാനും നമ്മളെ കൂട്ടുകുടുംബങ്ങളെ, നമ്മളെ അയൽവാസികളൊക്കെ കാണാൻ കഴിയുള്ളൂ. അപ്പൊ കരഞ്ഞുകൊണ്ടുണ്ടൊരു പോക്ക്. അന്ന് ഇതേപോലെ ഡയറക്റ്റ് ഫ്ലൈറ്റും കാര്യമൊന്നുമില്ല. അന്ന് നേരെ എന്താക്കണേ, ബസ്സാണ്. മിക്കവാറും അക്ബർ ട്രാവൽസിന്റെ ബസ്സായിരിക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ മൈസൂർ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ബോംബെ. അവിടെ ചെന്ന് അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഗൾഫിൽ ചെന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഒരു ഒട്ടകത്തിനെ പോലെ ഭാരം പേര് തന്നെ. അതിനിടക്ക് അറബികളെ ചീറ്റ്, ആട്ട്, തുപ്പ്, ശമ്പളം കിട്ടൂല. അന്ന് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലേ. കത്തെങ്ങനെ ഒരാള് നാട്ടിൽ നിന്ന് വന്നിക്കണു എന്നറിഞ്ഞാൽ പാഞ്ഞു ചെല്ലിയാണ് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട്. അന്നൊക്കെ കത്ത്. അന്ന് ഇതേപോലെ ഫോണില്ല, മൊബൈലില്ല, ഒന്നുമില്ല. എല്ലാവരും കത്ത്. നമ്മൾ ഗൾഫിൽ നിന്ന് വരുമല്ലോ, ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ വേഗം ചെല്ലും. ഓൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, എടാ പിന്നെ നിങ്ങൾ ഇപ്പൊ ഈ ഗൾഫിൽ നിന്നൊക്കെ ആദ്യം കൊണ്ടുവന്നീനല്ലോ കുട്ടികൾക്ക് മുട്ടായും കാര്യങ്ങളൊക്കെ, അവിടുന്ന് തന്നെ നിങ്ങൾ കൊണ്ടുവന്നത്? അത് മുട്ടായികളൊന്നും ആ സീസണിൽ കൂടുതൽ ഞങ്ങൾ കൊണ്ടുവരില്ല. അന്ന് തുണിമണികള്, വാച്ച്, ആലിയന്മാരുണ്ടെങ്കിൽ ആലിയന്മാർക്കൊക്കെ വാച്ച് കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ ഓല് തെറ്റൂലേ. എല്ലാവർക്കും ഷർട്ടും പീസ് കൊടുക്കണ്ടേ. കള്ളിത്തുണികള്, പുള്ളിത്തുണികള്, അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടുവരിക. മുട്ടായി ഐറ്റംസ് അന്ന് അങ്ങനെ കൊടുക്കുന്നില്ല. ഈത്തപ്പഴം കൊണ്ടുവരും, സംസം വെള്ളം കൊണ്ടുവരും, ഇതൊക്കെ കൊണ്ടുവരും. അല്ലാതെ മുട്ടായിന്റെ ഒരു പരിപാടി അന്ന് ഉണ്ടായിരുന്നില്ല. നമ്മളെ മദീനത്തൊക്കെ വരാൻ നേരത്തെ എന്തായാലും ഒരു ഉംറ ചെയ്യും. ഉംറ ചെയ്യുമ്പോൾ നമ്മൾ മക്കത്ത് പോയി അൽഹംദുലില്ലാ ഒരു ഉംറ ചെയ്തതിന് ശേഷം മദീനത്ത് പോകും. മദീനത്ത് പോയി സിയാറത്ത് കഴിഞ്ഞ് മദീന അവിടെ സൂക്കുണ്ട്, തമ്ര സൂക്ക്, അതായത് കാരക്കന്റെ മാർക്കറ്റ്. അവിടെ പോയി 2-3 കിലോ അജ്വ ഒരു 1/2 കിലോ എന്തായാലും വാങ്ങും. കാരണം എന്താണെന്നറിയോ, അജ്വക്ക് ഒരുപാട് പ്രത്യേക ഗുണങ്ങളുള്ളതാണ്. അപ്പൊ അജ്വ ഒരു 1/2 കിലോ എന്തായാലും വാങ്ങും. മറ്റുള്ളതൊക്കെ ഒരു 1/2 കിലോ 3/4 കിലോ അതും വാങ്ങും. പിന്നെ തുണിമണി, ഡ്രസ്സ്, അത്തറുകള്, സ്പ്രേകള്, ഈ റോഡ് സൈഡിലുള്ള വാച്ചില് കുട്ടികൾക്കൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് 5 റിയാൽ കൊടുത്താൽ പള്ളിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇട്ട് വിൽക്കുന്നുണ്ടാവും. വാച്ചുകളൊക്കെ കൊണ്ടുവരും. മോനെ അതൊക്കെ കൊടുന്ന് ഇങ്ങനെ നമ്മളെ കൂട്ടുകുടുംബങ്ങൾക്ക് ഓല് കജ്ജറ്റ് മാന്തി, ഇബല് കജ്ജറ്റ് മാന്തി, എല്ലാരും മാന്തൽ കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഈ പെട്ടി ഉണ്ടാകുക. നല്ല ബക്രാക്ക, നിങ്ങൾക്ക് ഈ പഴയ കാലങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ നല്ല വിഷമല്ലേ ഇപ്പോ? അതായത് നമ്മളെ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്, എന്നാൽ വിഷമങ്ങളുണ്ട്. ഏതായിരുന്നാലും അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം പറയുന്നില്ല. ഇൻഷാ അള്ളാ റബ്ബ് നമുക്ക് ആയുസ് തരികയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ വ്യക്തമായി എന്താണ് ഒരു പ്രവാസിയുടെ ജീവിതം, ഒരു പ്രവാസി അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ത്യാഗങ്ങൾ, ക്ലേശങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. പോരെ സൽമാനെ? ഓക്കെ.